ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ബട്ടർ മിൽക്ക് റെഡിയാക്കിയെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് പാലൊഴിച്ച് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. ഈ 10 മിനിറ്റിന് ശേഷം ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 പിഞ്ച് ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇതിലേക്കിട്ട് കൊടുക്കുക. ഇതിലേക്കിട്ട് നന്നായി ഒന്ന് മുങ്ങുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുക. ഇനി അതൊരു 4 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ, 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, വെളുത്തുള്ളി ചതച്ചത്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം കൊണ്ട് വേണ്ട കുഴച്ചെടുക്കാൻ. മാവ് നന്നായി കുഴച്ചെടുത്ത് അവിടെ വെക്കുക. ഇനി വേറൊരു പാത്രത്തിൽ 1 കപ്പ് മൈദ, അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്ത്, ഞാനിപ്പോൾ 2 ചിക്കനാണ് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ 2 പീസ് എടുത്ത് മാവിലേക്ക് ഇട്ട് കൊടുക്കുക. മാവ് നന്നായി ഒന്ന് മുക്കിയതിന് ശേഷം ഞാൻ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പൊടിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എല്ലായിടത്തും നല്ലോണം പൊടി ആവുന്ന വിധത്തിൽ നല്ലോണം കോട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് കുടഞ്ഞ് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ മറ്റേ പീസും അതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണ്ട ചെയ്യാൻ, ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത്. അപ്പോൾ ഉൾഭാഗം വെന്ത് കിട്ടില്ല. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മളെ ബ്രോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന്. പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള, അകം നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കനാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.